ഭരണപക്ഷവും പ്രതിപക്ഷവും ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഒരു ചോദ്യം. ഒരു സർക്കാർ നല്ലതാണോ മോശമാണോ എന്ന് നാം എങ്ങനെ തീരുമാനിക്കുന്നു? വാർത്തകളെ നോക്കി? സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അനുഭവം ഉപയോഗിച്ചോ? അതിലും വലിയ ചോദ്യം, ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നാം എങ്ങനെ വിലയിരുത്തണം? എല്ലാവർക്കും പ്രചോദനം ലൈഫിലേക്ക് സ്വാഗതം. ഒരു നഗരത്തെ ചിന്തിക്കുക. അവിടെ ഒരു പുതിയ പദ്ധതി ആരംഭിച്ചു. ചിലർ പറഞ്ഞു, ഇത് വലിയ വികസനം. മറ്റുള്ളവർ പറഞ്ഞു, ഇത് വെറും പ്രചാരണം. ഒരു വിഭാഗം സർക്കാരിനെ പിന്തുണച്ചു. മറ്റൊരു വിഭാഗം ശക്തമായി എതിർത്തു. സാധാരണ പൗരൻ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് കുഴങ്ങിപ്പോയി. കാരണം രണ്ടുവശവും വ്യത്യസ്ത കഥകളാണ് പറഞ്ഞത്. ഭരണപക്ഷത്തിന്റെ പങ്ക്. ഭരണപക്ഷം അധികാരത്തിലുള്ള പാർട്ടിയാണ്. അവരുടെ പ്രധാന ഉത്തരവാദിത്വം തീരുമാനങ്ങളെടുക്കുക, പദ്ധതികൾ നടപ്പാക്കുക, ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക. പക്ഷേ ഒരു പ്രധാന കാര്യം, അധികാരമുണ്ടെന്നുള്ളതുകൊണ്ട് അവർ ശരിയാണ് എന്നർത്ഥമില്ല. പ്രതിപക്ഷത്തിന്റെ പങ്ക് പ്രതിരോധിക്കാനായി മാത്രമുള്ളതല്ല. അവരുടെ പ്രധാന ജോലി ചോദ്യം ചോദിക്കുക, പിശകുകൾ ചൂണ്ടിക്കാണിക്കുക, മാറ്റങ്ങൾ ആവശ്യപ്പെടുക. പക്ഷേ വിമർശനം മാത്രം മതിയാകില്ല. പരിഹാരവും അവർക്ക് നിർദ്ദേശിക്കണം. പ്രശ്നമെവിടെയാണ്? പലപ്പോഴും നാം ഒരു പക്ഷം മാത്രം കേൾക്കും. ഭരണപക്ഷം പറയുന്നത് മാത്രം, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നത് മാത്രം. അതുകൊണ്ട് നമ്മളൊരു പൂർണ്ണ ചിത്രം കാണുന്നില്ല. അതാണ് പൗരന്റെ ഏറ്റവും വലിയ പ്രശ്നം. എങ്ങനെ വിലയിരുത്തണം? ഒരു സർക്കാർ വിലയിരുത്തുമ്പോൾ നാം ചോദിക്കേണ്ടത്: 1. വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പാക്കി? 2. ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടോ? 3. തീരുമാനങ്ങൾ നീതിപൂർണമാണോ? പ്രതിപക്ഷത്തെ വിലയിരുത്തുമ്പോൾ: 1. അവർ ചോദ്യം ചോദിക്കുന്നുണ്ടോ? 2. വിമർശനം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണോ? 3. മാറ്റത്തിനുള്ള നിർദ്ദേശങ്ങളുണ്ടോ? വികാരങ്ങൾ വേഴ്സസ് വസ്തുതകൾ. നമ്മുടെ വലിയ പ്രശ്നം, നാം പലപ്പോഴും വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ വികാരങ്ങൾ മാത്രം പോരാ, വസ്തുതകളും പ്രധാനമാണ്. ഒരു ബോധമുള്ള പൗരൻ ഒരു പക്ഷം മാത്രം വിശ്വസിക്കില്ല. വിവരങ്ങൾ പരിശോധിക്കും, രണ്ടു വശവും കേൾക്കും, ചിന്തിച്ച ശേഷം തീരുമാനമെടുക്കും. ജനാധിപത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും രണ്ടും ആവശ്യമാണ്. ഒന്ന് പ്രവർത്തിക്കാൻ, മറ്റൊന്ന് വിലയിരുത്തണം. പക്ഷേ അവയേക്കാൾ പ്രധാനപ്പെട്ടത് ബോധമുള്ള പൗരന്മാരാണ്. കാരണം ചോദ്യം ചോദിക്കുന്ന പൗരന്മാരുണ്ടെങ്കിൽ ഭരണം മികച്ചതാകും. ബോധമുള്ള വോട്ട് കേരളത്തിന്റെ ഭാവി. പ്രിയരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക.